ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ടേൽസ്. നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ഡെസ്ക് മേക്ക് ഓവർ അത്ര വലിയ സംഭവമൊന്നുമല്ല, മിനിമൽ ബഡ്ജറ്റിൽ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഡെസ്ക് മേക്ക് ഓവറാണ് ഇത്. ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും എടുത്തൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബ്ലാങ്കറ്റ് കിടക്കുമെന്നും അറിയായിരുന്നു, കാരണം അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചിട്ട് മാക്സിമം അടിപൊളിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ എയിം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ കാർഡ്ബോർഡ് ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ടേബിളിൽ നല്ലതായിട്ട് പൊടി ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ക്ലേ ഒക്കെ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഈ ടേബിളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് തുടച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ലോങ് വീഡിയോ ആണ്, അപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് പറഞ്ഞു തരുക, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഇനിയുള്ള വീഡിയോസിലൊക്കെ. കുറേ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വൈറ്റ് ടേബിളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തൊട്ടുള്ള ഇഷ്ടമാണ്. പക്ഷേ വൈറ്റ് ടേബിൾ എന്തായാലും ഇപ്പോൾ നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് വൈറ്റ് ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈസിയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ബബിൾസ് ഇല്ലാതെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണമായിരുന്നു. എനിക്ക് ഈ സീനൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. 4 വയസ്സുള്ളൂ ആൾക്ക്. എന്നാലും പാവം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ എൻ്റെ ചില ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോളെ പറ്റി. അവൾക്ക് നല്ല ഇഷ്ടമാണ് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാണ്ട് എൻ്റെ കൂടെ തന്നെ ഇരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി ഇത് വൈറ്റ് കളറിലുള്ളൊരു ഓർഗനൈസറാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. ഇതിന് 250 അങ്ങനെ വരുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. വിചാരിച്ച അത്ര സൈസില്ല, എന്നാലും എൻ്റെ ടേബിളിന് ഓക്കെ ആയിരുന്നു. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇതിൽ എന്തൊക്കെ വെക്കുന്നതായിരുന്നു ഇനി എൻ്റെ അടുത്ത കൺഫ്യൂഷൻ, കാരണം അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും നമ്മളതിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് ബ്രഷും കുറച്ച് കളേഴ്സ് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളാണ്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഈ ഓർഗനൈസറിൻ്റെ കൂടെ നമ്മൾ കാർഡ്ബോർഡ് ഉണ്ടാക്കിയ ഓർഗനൈസറും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്മാച്ച് തോന്നിയപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് മാറ്റി. അടുത്തതായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തൊരു ക്യൂട്ട് ടേബിൾ ലാമ്പാണ്. ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വാളിൽ ഒട്ടിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്ത പെയിൻറ്റിങ്സ് ആണ്. ഇത് ക്യാൻവാസിൽ വരച്ചതാണ്. ബാക്കിയൊക്കെ നോർമൽ A4 ഷീറ്റ് ചെയ്തതാണ്. 2-3 പെയിൻറ്റിങ്സ് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ നമ്മുടെ കോവിഡ് ടൈമില്ലേ ആ ടൈമിൽ ചെയ്ത പെയിൻറ്റിങ്സ് ആണ്. ഇതൊക്കെയാണ് റീസെൻ്റായിട്ട് ചെയ്ത പെയിൻറ്റിങ്സ്. എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ പെയിൻറ്റിങ്. അതിനൊരു മൂഡൊക്കെ വേണ്ടേ. മൂഡ് വന്നാൽ പിന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒരുമിച്ച് ചെയ്യുന്നൊരു ടൈപ്പാണ് ഞാൻ. അങ്ങനെ ചെയ്ത പെയിൻറ്റിങ്സാണ് ഇതിൽ മിക്കതും. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. ഭയങ്കര മിനിമലായിട്ട് ചെയ്ത ലുക്കാണ്. ഇനി എപ്പോഴെങ്കിലും നമുക്കൊന്നുകൂടെ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇടും. ഇപ്പോഴത്തെ ലുക്ക് ഇങ്ങനെയാണ്. ഈ പാണ്ടന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പസിലായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഭയങ്കര മിനിമലായിട്ട് ചെയ്തൊരു ഡെക്കോറാണ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി ചെറുതായിട്ട് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 200+ സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ കമൻസും ഞാൻ നോക്കാറുണ്ട്. ആകെ വരുന്ന 10-20 കമൻസിൽ നമുക്ക് ഡെയിലി കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.